ഹായ്. കൊറലി ഫാർഷ്യ സംവിധാനം ചെയ്ത ദി സബ്സ്റ്റൻസ് ഈ വർഷം റിലീസായിട്ടുള്ള ഹോളിവുഡ് പടങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ്. ഈ സിനിമ വല്ലാണ്ട് വ്യത്യസ്തമായതും വല്ലാണ്ട് മികച്ച സിനിമയുമാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്കും ആക്രാന്തമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പടം നിങ്ങൾക്ക് കാണാൻ തോന്നില്ല. അതാണ് ദ സബ്സ്റ്റൻസ്. ഇതിന്റെ പ്ലോട്ട് ഏകദേശം ഇങ്ങനെയാണ്. എലിസബത്ത് അതാണ് ഇതിലത്തെ സെൻട്രൽ ക്യാരക്ടർ. ഈ എലിസബത്ത് ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു നടിയായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫെയിമുള്ള ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വലിയ ആർട്ടിസ്റ്റ്. ഇവർ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഒരു എയറോബിക് ഡാൻസ് ഷോ ടി വിയിൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം ഏജ് ആയി ഒരു 50 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അറിയാമല്ലോ, അധികം നടിമാരൊക്കെ ഏജ് ആവുന്ന സമയത്ത് അവരുടെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടാകും. അപ്പോൾ ഈ ടി വി ചാനൽസിന് സ്വാഭാവികമായിട്ടും ഇവരധികം പ്രൊമോട്ട് ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഇവരോട് ഈ പ്രോഗ്രാമിൻ്റെ നിർത്തിക്കുമെന്ന് പറയും. അതായത് എയറോബിക് ഡാൻസ് ഷോ തൽക്കാലം നിർത്തി വെക്കാൻ വേണ്ടി പറയും. അങ്ങനെ ചാനലിൽ നിന്ന് ഇവരിറങ്ങി ഇവരുടെ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം നമ്മുടെ എലിസബത്ത് അവരുടെ ചുമരിലുള്ള ചിത്രങ്ങളും, അതായത് ഇവരുടെ ആയ കാലത്ത് ഇവർക്കുണ്ടായിരുന്ന ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആലോചിക്കും. ഇവരുടെ ഫോട്ടോസ് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർക്ക് വല്ലാണ്ടൊരു ദേഷ്യം വരും. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഈ ചിത്രങ്ങളെല്ലാം ഇവർ എറിഞ്ഞ് പൊട്ടിക്കാനും അങ്ങനെ എന്തൊക്കെയോ ചെയ്യും. അങ്ങനെ ഇവർക്ക് അത്യാവശ്യം ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആകും. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നഴ്സിനെ ഇവർ പരിചയപ്പെടും. നഴ്സ് വെച്ചൊരു മെയിൽ നേഴ്സാണ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു ആളെയാണ് ഇവർ പരിചയപ്പെടും. അങ്ങനെയാണ് എന്ത് ചെയ്യും, ഈ നഴ്സ് ഇവർക്കൊരു പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനം ഒരു പാക്കറ്റിലാക്കി കൊടുക്കും. അപ്പോൾ ഇവർ വീട്ടിൽ വന്നതിന് ശേഷം ഇതിങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് ഇവർ കണക്ട് ചെയ്യും. ടി വിയിൽ നോക്കുന്ന സമയത്ത് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ടാണ്, ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് നമ്മളുടെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി യങ്ങർ ആയിട്ടുള്ള ഒരു വേർഷനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തരം മരുന്നാണിത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഒരു യങ്ങർ വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്യും. അങ്ങനെ ഈ മരുന്ന് വളരെ രഹസ്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, ബ്ലാക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്. അങ്ങനെ ഈ മരുന്ന് ഇവർ കൊണ്ടുവരും. അപ്പോൾ ഇതിന് കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നട്ടലുണ്ടല്ലോ, ഈ പുറം ഇങ്ങനെ പൊളപ്പതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് യങ്ങർ വേർഷൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ യങ്ങർ വേർഷൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പഴയ വേർഷൻ ഉണ്ടല്ലോ, പഴയ വേർഷൻ കംപ്ലീറ്റ്ലി ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ചത്തതുപോലെ ആയിരിക്കും. പുതിയ വേർഷൻ ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഈ പുതിയ വേർഷനും പഴയ വേർഷനും മെന്റലി ഒറ്റ ആൾ തന്നെയാണ്. ഇത് രണ്ടും ഒറ്റ ആൾ തന്നെയാണ്, രണ്ട് ശരീരമാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പുതിയ വേർഷൻ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഈ പഴയ ബോഡിയിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് സ്വന്തം ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യണം. ആ ഒരു ഫ്ലൂയിഡിന്റെ ബലത്തിലാണ് ഇവർ 7 ദിവസം പിടിച്ചിരിക്കേണ്ടത്. 7 ദിവസം ഈ പുതിയ വേർഷൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ 7 ദിവസം പഴയ വേർഷൻ ഇനാക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം, ഈ പഴയ വേർഷൻ ആക്റ്റീവ് ആകും ഒറ്റ ദിവസം മാത്രം. അന്ന് പുതിയ വേർഷൻ റെസ്റ്റിൽ പോകണം. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കണം. 7 ദിവസം പുതിയ വേർഷൻ ആക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ഡേ, അതായത് ഒറ്റ ദിവസം മാത്രം പഴയ വേർഷൻ എണിച്ച് വരും. ബാക്കിയുള്ള 7 ദിവസം വീണ്ടും പുതിയ വേർഷൻ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരു പുതിയ വേർഷൻ ഉണ്ടായി വരുന്നതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. അങ്ങനെ നമ്മുടെ എലിസബത്ത് എന്ത് ചെയ്യും, ഈ മരുന്ന് കുത്തിവെക്കും. അങ്ങനെ ഇവരുടെ പുറം ഇങ്ങനെ പൊളപ്പായതിനു ശേഷം ഈ പുതിയ വേർഷൻ പുറത്തേക്ക് വരും. അതാണ് സ്യൂ എന്ന് പറയുന്ന കഥാപാത്രം. വളരെ സുന്ദരിയായിട്ടുള്ള, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പെൺകുട്ടിയായിരിക്കും, ഒരു യങ് ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പോൾ ഇവൾ എന്ത് ചെയ്യും, അറിയാം രണ്ടും ഒരാൾ തന്നെയാണല്ലോ. അപ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇത് പഴയ വർഷനാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസവും മരുന്ന് കുത്തിയെടുക്കണം, അത് ഇഞ്ചെക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവർക്കറിയാം. അങ്ങനെ നമ്മുടെ സ്യൂ എന്ത് ചെയ്യും, സ്യൂ ഇങ്ങനെ സോഷ്യൽ ലൈഫ് ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ ഷോ ഇല്ലേ, ഈ എയറോബിക് ഡാൻസ് ഷോ, ആ ഡാൻസ് ഷോ ആങ്കർ ചെയ്യാനായിട്ട് പുതിയൊരു ആർട്ടിസ്റ്റിനെ ഈ പ്രൊഡ്യൂസർ അന്വേഷിക്കുന്നുണ്ടാകും. അങ്ങനെ അതിൻ്റെ ഓഡീഷന് പോകും. ഓഡീഷന് പോകുന്ന സമയത്ത് ഇവരെ കാണുമ്പോൾ തന്നെ ആരായാലും ഇവർ സെലക്ട് ചെയ്തു, കാരണം അങ്ങനെയുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ ഇവരെ ഇഷ്ടപ്പെടും. അങ്ങനെ ഇവർ ഈ പ്രോഗ്രാമിലേക്ക് എടുക്കും. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു വലിയ ഫാൻ ബേസ്, ഒരു വലിയ സ്റ്റാർഡം നമ്മുടെ സ്യൂന് ഉണ്ടായി വരും. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു അറിയപ്പെടുന്ന ഒരാളാകും. പ്രോഗ്രാമിന്റെ റേറ്റിംഗ് വല്ലാണ്ട് കൂടും. ഒരുപാട് ഷോയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇവരുടെ ഫെയിം വല്ലാണ്ട് കൂടി വരും. അങ്ങനെ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് അപ്പോൾ ഈ സൈക്കിൾ അതേപോലെ നടക്കുന്നുണ്ട്. അതായത് 7 ദിവസം നമ്മുടെ സ്യൂ ആക്റ്റീവ് ആണ്, 8ാമത്തെ ദിവസം എലിസബത്ത് ആക്റ്റീവ് ആകും. ആ ഒറ്റ ദിവസം മാത്രം എലിസബത്ത് എണിച്ച് നടക്കും.
ബാക്കി നെക്സ്റ്റ് ഡേ മുതൽ വീണ്ടും 7 ദിവസം സ്യൂ വീണ്ടും ആക്റ്റീവ് ആകും. അതിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് സ്യൂവിന് ഈ 7 ദിവസം പോരാൻ തോന്നും. അതായത് ഇവർക്ക് സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മറ്റു പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ 7 ദിവസം പോരാൻ തോന്നും. ഇവർ എന്ത് ചെയ്യും, 8ാമത്തെ ദിവസവും ഇവരുടെ ബോഡിയിൽ നിന്ന് ഈ ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് സ്വന്തം ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് കൂടുതൽ ദിവസങ്ങൾ ഇവർ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ ഓരോ ദിവസവും കൂടുതലായിട്ട് എടുക്കുന്ന കണക്കിന് ഈ എലിസബത്തിന്റെ ബോഡിയിൽ ചില മാറ്റങ്ങൾ വരും. ഇവരുടെ ഒരു വിരലെല്ലാം ഇങ്ങനെ ചത്തതുപോലെ ആവും. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം എക്സ്ട്രാ സ്യൂ എടുക്കുന്ന കണക്കിന് എലിസബത്തിന് അതിനനുസരിച്ചിട്ടുള്ള ഡിഫക്റ്റ് അവരുടെ ബോഡിയിൽ ഉണ്ടാകും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് എലിസബത്ത് വല്ലാണ്ട് നമ്മുടെ സിനിമയിലെ വിക്രമില്ലേ ആ ഒരു കോലത്തിലേക്ക് മാറും. സ്യൂ അത്യാവശ്യം അടിച്ചു ഒഴിച്ചു നടക്കാൻ വേണ്ടി തുടങ്ങും. മെല്ലെ മെല്ലെ ഈ 2 കഥാപാത്രങ്ങളും എലിസബത്തും സ്യൂവും 2 വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. ഇവര് എന്താണ് ആക്ച്വലി ഒറ്റൊരു മൈൻഡ് സെറ്റുള്ള ആളാണ്, 2 ബോഡി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പിന്നീട് ഇവർ 2 വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഈ സ്യൂവിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, ഒരു വലിയൊരു ഷോ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ എലിസബത്ത് ആക്റ്റീവ് ആകും ഒരു ദിവസം. അങ്ങനെ എലിസബത്ത് കണ്ണാടി നോക്കുന്ന സമയത്ത് ഇവരുടെ ബോഡിയൊക്കെ വല്ലാണ്ട് വികൃതമായിട്ടുണ്ടാകും, മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. അങ്ങനെ ഈ സബ്സ്റ്റൻസ് പറയുന്ന മരുന്നിന്റെ ആൾക്കാരുണ്ടല്ലോ അവരെ വിളിച്ചിട്ട് സ്യൂവിനെ എന്നത്തേക്കുമായിട്ട് ടെർമിനേറ്റ്, അതായത് ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന്, ഒരു വാക്സിൻ ഇവർ വേണമെന്ന് പറയും. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് ഈ സ്യൂവിനെ കുത്തിവെക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ സ്യൂ എണീക്കും. അങ്ങനെ ഇവർ തമ്മിൽ അടിയാകും. എലിസബത്തിനെ, അതായത് പഴയ വെർഷനെ പുതിയ വെർഷൻ സ്യൂ എന്ത് ചെയ്യും, തട്ടിക്കളയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓരോ ദിവസവും കഴിയുന്ന കണക്കിന് എന്താണ് ഇവർക്ക് പിന്നെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കാനായിട്ട് എലിസബത്ത് ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ആർക്കുണ്ടാകും, നമ്മുടെ സ്യൂവിനും ഉണ്ടാകും. അങ്ങനെ സ്യൂ ഒരു വല്ലാത്തൊരു കോലത്തിലേക്ക് മാറും. അങ്ങനെ ഇവരുടെ ഈ ഷോ നടക്കാൻ പോകുന്ന ദിവസം ഇങ്ങനെ അടുത്തടുത്ത് വരും. ഏകദേശം ആ ഒരു ദിവസം ആവുന്ന സമയത്ത് ഇവരുടെ ബോഡി വല്ലാണ്ട് മാറും. അപ്പോൾ സ്യൂ എന്ത് ചെയ്യും, ഈ സബ്സ്റ്റൻസ് പറഞ്ഞ മരുന്ന് സ്വന്തം ബോഡിയിൽ കുത്തിവെച്ചിട്ട് അവരൊരു പുതിയ വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ മരുന്ന് കുത്തിവെച്ച് ഉണ്ടായി വരുന്നൊരു വേർഷൻ എന്ന് വെച്ചാൽ വല്ലാണ്ട് വൃത്തികെട്ടൊരു വേർഷൻ ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ടാവട്ടെ, നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാനേ തോന്നില്ല. ഈ സിനിമയുടെ ഒരു 3/4 ഭാഗം സമയവും ഞാൻ ഈ ഡയലോഗ് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമുക്കധികം കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല, ഒറ്റ ഇരിപ്പിലൊന്നും നമുക്കിത് കാണാൻ വേണ്ടി പറ്റില്ല. ഒരു ബോഡി ഹൊറർ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് മൂവിയാണ്. നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ വയറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ കത്തി കയറി ഈ നെഞ്ചത്ത് കൂടി ഇങ്ങനെ തലയിൽ കൂടി വന്നിട്ട് ഇങ്ങനെ മേലോട്ട് പോകുന്ന പോലൊക്കെ തോന്നും. വല്ലാണ്ട് നമ്മളിങ്ങനെ എണിച്ച് ഓടാനെല്ലാം തോന്നും. അങ്ങനത്തെ ഒരു പടമാണിത്. അങ്ങനെ അവസാനം ഈ വൃത്തിയോട്ട് കോലം വരും, അതിനെല്ലാവരും കൂടി തല്ലിക്കൊല്ലും. അതാണ് ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. വല്ലാണ്ട് മികച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ആൾക്കാർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഈ ബോഡി ഹൊറർ പടങ്ങൾ, അതുപോലെ തന്നെ നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സിനിമകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ്, എലിസബത്തായിട്ട് അഭിനയിച്ചിട്ടുള്ള ഡെമി മൂറിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അതിനേക്കാളും അടിപൊളിയാണ് സ്യൂവിന്റെ കഥാപാത്രം. സ്യൂവിനെ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ മാർഗരറ്റ് ക്വാലിയാണ്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡിലൊക്കെ കണ്ടിട്ടില്ലേ, ക്വാലി വാസ് അമേസിങ്. എന്തൊരു അവര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഈ സിനിമയിലെ അഭിനയത്തിന് അവർക്ക് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ മികച്ച നടിക്കുള്ള ഓസ്കാറിലേക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു പെർഫോമൻസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പടത്തിന്റെ കളർ ടോണ്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, മ്യൂസിക് എല്ലാം ഈ പടത്തിന്റെ ഈ ഒരു ഹൊറർ എന്ന് പറയുന്ന എലമെന്റിനെ, അതായത് ബോഡി ഹൊറർ എന്ന് പറയുന്ന എലമെന്റിനെ വല്ലാണ്ട് എന്താണ് സ്കെയിൽ ചെയ്യുന്ന കണക്കിന്, അല്ലെങ്കിൽ അതിനെ വല്ലാണ്ട് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഹൊറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രേതപ്പടം പോലെ അല്ല കേട്ടോ. ബോഡി ഹൊറർ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ടൈപ്പിലാണ്, അതിന്റെ പുതിയൊരു വേർഷനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കളർ ടോണും മ്യൂസിക്കെല്ലാം കൊണ്ട് നമുക്ക് എന്താണ് തലവേദന ഉണ്ടാവും. തലവേദന അല്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. സോ അധികം ആളുകൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. സിനിമാ പ്രാന്തന്മാർ മാത്രം കണ്ടു നോക്കുക. ഒറ്റ ഇരിപ്പിൽ എന്തായാലും ഈ പടം തീരില്ല, അതെൻ്റെ ഉറപ്പാണ്. മേ ബി നിങ്ങൾ രാവിലെ കണ്ടിട്ട് പൗസ് ചെയ്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിട്ടോ അങ്ങനെയൊക്കെ കാണേണ്ടി വരും. ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കാന്ന് വെച്ചാൽ വലിയ ടാസ്ക്കാണ്. സോ കാണാൻ പറ്റുന്നവർ മാത്രം കാണുക. സോ ദിസ് ഈസ് ദി സബ്സ്റ്റൻസ്.